മിക്കിക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട്. മിക്കിക്ക് എന്തോ പ്രശ്നമുണ്ട്. കണ്ടോ 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 കിടക്കുന്നുണ്ടോ? ആന്റിമ എന്തേലും പറഞ്ഞു ആന്റിമേനെ? സത്യം ആന്റിമ എന്തേലും പറഞ്ഞിരിക്കും അവനെ. അത് തന്നെ ആന്റിമ വന്നു കഴിഞ്ഞാൽ രാവിലെ സംസാരിക്കത്തില്ല. അവൻ ആ മാനസിക വിഷമത്തിൽ കിടക്കുക. മിക്കിക്ക് ഇപ്പൊ എന്തൊക്കെയോ മാനസിക എന്തോ ചിന്തയിലാണ് അവൻ. കണ്ടോ ഇനി അവന് കല്യാണം കഴിക്കാത്തതിന് പ്രശ്നം വല്ലതാണോ? എന്തൊക്കെയോ ഉണ്ട് ആന്റിമേ. മിക്കി മോനെ, മിക്കി എന്താ മോന് പ്രശ്നം? പാവേ ഗൈസ്, എൻ്റെ മിക്കി മോൻ എന്തോ സംഭവിച്ചിട്ടുണ്ട്. എനിക്ക് വിഷമം സഹിക്കാൻ വയ്യാണ്ട്. പാല് കുടിക്കുന്നില്ല, ഒന്നും കഴിക്കുന്നില്ല. മിക്കി എന്തോ നല്ല വിഷമത്തില്ല കേട്ടോ. എന്തോ സമ്മർദ്ദത്തിലാണ് ആന്റിമേ. സത്യം പറ, ആന്റിമ വല്ലതും പറഞ്ഞു മോനെ? ഞാൻ പറഞ്ഞെല്ലാം കേൾക്കൂ. ഇന്നലെ അമ്മ കുറെ അവലും തേങ്ങായും കുഴച്ച് നെയ്യും ഒഴിച്ചു കൊണ്ടുവച്ചു. അവൻ നോക്കിയില്ല. ഈ സ്ട്രെസ്സിൻ്റെ അസുഖമുണ്ട് ഗൈസ്. എനിക്ക് ചെറിയൊരു ഈ സ്ട്രെസ്സിൻ്റെ അസുഖമുണ്ട്. അപ്പോൾ എനിക്ക് നല്ല പേടി അവനൊരു മാനസിക രോഗിയായി മാറുമോ എന്ന് എനിക്കൊരു ഭയമുണ്ട്. അവന് വയ്യാഴിയുണ്ട്. അല്ലേ അവനിങ്ങനെ ഇരിക്കുവോ? എന്തോ ഉണ്ടല്ലയോ? എങ്ങനെയൊന്നും അവൻ അടങ്ങിയിരിക്കത്തില്ലല്ലോ. കൊള്ളാം. എനിക്ക് തോന്നുന്നേ അവൻ എന്തൊക്കെയോ. വെളിയിൽ കുറേ പട്ടികൾ നടപ്പുണ്ട്. ആക്റ്റീവ് ആൻറ്റി അമ്മേ. പട്ടിയുടെ കാര്യം പറഞ്ഞപ്പോൾ നിൽക്കുന്നുണ്ട്. ആക്റ്റീവിനൊന്നും പക്ഷെ ശാരീരികമൊന്നുമില്ല അവന്. മിക്കിക്ക് സഹിക്കാൻ വയ്യ. ജീവിതം മടുത്തോ മിക്കി? ജീവിതം മടുത്തോ? അതിന് ഇവിടെ ഇനി അവൻ സൂയിസൈഡ് വല്ലതും ചെയ്യൂ? മിക്കി ഇനി ആത്മഹത്യ വല്ലതും ചെയ്യൂ? മിക്കി ആന്റി ആത്മഹത്യ ചെയ്യാൻ പോവാന്ന്. ആന്റി മിക്കി ആത്മഹത്യ ചെയ്യാൻ പോവാ. അവന് ജീവിതം മടുത്തെന്ന് ആന്റി. അവന് ജീവിതം മടുത്ത്. ആ അവന് പെണ്ണ് കിട്ടുന്നില്ലെന്ന്. അതാണ് പ്രശ്നം. കല്യാണം കഴിക്കാതെ മിക്കി 4 വയസ്സായില്ലയോ? ആന്റി അവിടെ സ്ഥലത്ത് വല്ലതും ഉണ്ടെങ്കിൽ ഒന്ന് പറയണേ. നല്ല പെൺകുച്ചുങ്ങളെ. എനിക്ക് നീ വിഷമിക്കണ്ടാടാ. നിനക്ക് പെണ്ണിനെയൊക്കെ കിട്ടും. നിനക്ക് നല്ല പെണ്ണിനെ കിട്ടും നിനക്ക് കേട്ടോ. വിഷമിക്കല്ലേ നീ. കാരണം അവൻ നോക്കുമ്പോൾ എന്തോ വെളിയിലെല്ലാം ഇഷ്ടംപോലെ പെൺപിള്ളേരെ വെച്ചുകൊണ്ട് നടക്കുന്നു. എല്ലാവരും ഗേൾ ഫ്രണ്ട്സായിട്ട് ഇങ്ങനെ കമ്പനി അടിച്ച് ഇതിനകത്തൂടെ വെളിയിൽ കൂടെ നോക്കിയാലും കാണാം ഇഷ്ടം പോലെ ആൾക്കാർ. കഷ്ടം പറഞ്ഞ ഒരു രീതി പറഞ്ഞ മിക്കയുടെ ജീവിതം കുറച്ച് പത്തറ്റിക്കാണ്. എല്ലാ സുഖങ്ങളും ഉണ്ടെങ്കിലും അവന് വേറെ പലതും അവന് കിട്ടുന്നില്ല. അതൊരു മാനസിക ബുദ്ധിമുട്ട് തന്നെയാണ്. പക്ഷെ എന്നാലും നമ്മുടെ ചെറുക്കൻ പക്ഷെ മിക്കി നീ ഒരു ബ്രഹ്മചാരിയാണ്. നീ മനസ്സിലാക്കണം. നീ ഒരു ബ്രഹ്മചാരിയുടെ വളർത്തലാണ് നമുക്ക് താല്പര്യം കേട്ടോടാ. നിൻ്റെ ഈ ജന്മം അങ്ങനെയാണ് ഉണ്ണി. സമാധാനിക്ക് നീ കേട്ടോ. ഇവനെ എങ്ങനെ ഞെക്കി കൊന്നാലോ ഇവനെ ചെറുക്കനെ. കൊന്നാലോ ഇവനെ. അപ്പോൾ ഗൈസ് ബൈ.